ഒരു ആർബിട്രേറ്റ് ട്രേഡ് എന്ത് വന്നാലും ഇത് കുറെ ഡിഫറൻസ് ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, എല്ലാവരും ഇത് കാണുന്നുണ്ട്, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ, അതിനെ ഒന്ന് വിജയിപ്പിച്ചെടുത്ത ആ ഒരു പ്രൊജക്ട് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനെ ഇത് സമയത്താണ് സെൻട്രലൈസ് എക്സ്ചേഞ്ചിലേക്ക് ഇവർ കുറച്ചുകൂടി സ്റ്റഡി ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലെ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങി. അവിടെ നോക്കുമ്പോൾ ഏറ്റവും വലിയ ചാലഞ്ചസ് എന്ന് പറയുന്നത് ലെഗസി ചാലഞ്ചസ്. അതായത് ഇന്ത്യയിൽ ഇപ്പം ബിനാൻസ് ഉണ്ട്, ഇപ്പോൾ ഉണ്ട്, പക്ഷെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, ഒരു വർഷത്തോളം ഇന്ത്യയിൽ ബിനാൻസ് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇതുപോലത്തെ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തു, ബിനാൻസ് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു, ഒരു ബാൻ ചെയ്തു. എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആ രാജ്യത്തുള്ളവർ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഇപ്പോൾ 5-8 മാസമായാലും ബിനാൻസ് തിരിച്ചു വന്നിട്ട്. ബൈബെറ്റ് ഇന്ത്യയിലില്ല, ബൈബെറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലില്ല. എങ്ങനെ ഇത് മാനേജ് ചെയ്യും? അപ്പൊ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ആർബിട്രേജ് ട്രേഡ് വലിയൊരു ചാലഞ്ചസ് ആയിട്ട് വന്നു. എല്ലാ രാജ്യത്തും കോമൺ ആയിട്ട് ഒരേപോലെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കാത്തൊരു പ്രശ്നം വന്നു. അതുപോലെ തന്നെ അതിന്റെ ഫീസ്, പിന്നെ വിഡ്രോവല്, അങ്ങനെയുള്ള കാര്യങ്ങൾ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, അവിടെ ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമുക്ക് വിഡ്രോവൽ കൊടുത്തു കഴിഞ്ഞാൽ, ബിനാൻസ് അടക്കമുള്ള എക്സ്ചേഞ്ചിൽ നിന്ന് വിഡ്രോവൽ കൊടുത്തു കഴിഞ്ഞാൽ എത്രയോ ടൈം എടുത്തിട്ടാണ് ചിലപ്പോൾ അത് നടക്കുന്നുണ്ടാവും അല്ലെ. ചില കേസുകൾക്ക് മാത്രം 2 മിനിറ്റ് 1 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് നടക്കാം. ചില സമയത്ത് ചില സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിൽ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് വിഡ്രോവൽ കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ ആ തരത്തിലുള്ള ട്രാൻസാക്ഷൻ ടൈം കൂടുന്ന സമയത്ത് ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും? അതൊരു വലിയ ചാലഞ്ചസ് ആയിട്ട് അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു, കണ്ടു. ഏറ്റവും വലിയ ചാലഞ്ചസ് അതായിരുന്നു. പിന്നീട് ഇതിന്റെ ഒരു സ്പീഡ്, HFT ബോട്ട്സ്, പിന്നെ അവർ കണ്ടെത്തിയത് ഒരു കാര്യങ്ങളിലൊന്നും വെച്ചാൽ ഹൈ ഫ്രീക്വൻസി ബോട്ട്സിന്റെ ട്രേഡും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവിടെ. പക്ഷെ ആ തരത്തിലാണ് കാര്യങ്ങൾ അവിടെ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നടക്കുന്നത്. അതുപോലത്തെ ഒരു അത്രയും ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ നമ്മൾ കണ്ണ് ചിന്തി തുറക്കുന്നതിനേക്കാൾ മുമ്പിൽ അവിടെ ഒരു അൽഗോരിതം അവിടെ വർക്ക് ചെയ്തുകൊണ്ട് ട്രേഡ് ബൈയിങ് സെല്ലിങ് നടക്കുന്ന അത്രയധികം ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള സ്ഥലത്ത് പക്ഷെ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ അതൊരു വലിയ ചാലഞ്ചസ് ആണ്. ട്രേഡ് ചിലപ്പം ബൈയിങ് സെല്ലിങ് ഒക്കെ ഫാസ്റ്റ് ആയിട്ട് നടക്കാം. അത് നമുക്ക് എല്ലാം അറിയുന്നതാണ്. ബിനാൻസിൽ അത്ര ഫാസ്റ്റിൽ ഒന്നും നടക്കുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലെയും സ്ഥിതി അത് തന്നെയാണ്. പക്ഷേ വിഡ്രോവലും ഡെപ്പോസിറ്റ് പോലുള്ള കാര്യങ്ങൾക്ക് കമ്പനി ഫേസ് ചെയ്ത വലിയ ചാലഞ്ചസ് ആണ് ഇവിടെ ഫേസ് ചെയ്തത്. പിന്നെയും KYC, അല്ലെങ്കിൽ ആന്റി മണി ലോണ്ടറിങ്, നമുക്കറിയാം സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. KYC വെരിഫിക്കേഷൻ എല്ലാ രാജ്യത്തും ഇത് ഉണ്ടാവണമെന്നില്ല. എല്ലാ രാജ്യത്തും നമുക്ക് ഈ ട്രേഡ് ഇപ്പം ചൈന പോലുള്ള രാജ്യങ്ങളിൽ പോലും ഒരുപാട് റെസ്ട്രിക്ഷൻ ആണ് അവിടെ ക്രിപ്റ്റോ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് എക്സ്ചേഞ്ചുകൾ അവിടെ, എനിക്ക് തോന്നുന്നു അവിടെ ബിനാൻസ് പോലും അവിടെ വർക്കിംഗ് ഇല്ല. അതുപോലെ അമേരിക്കയിൽ ബിനാൻസ് ഇല്ല. പല യൂറോപ്യൻ രാജ്യങ്ങളിലും അത് ബിനാൻസ് അലൗഡ് അല്ല. അപ്പൊ അവിടെയുള്ള KYC, അവർ ആന്റി മണി ലോണ്ടറിങ്ങിന്റെ ത്രെട്ട്, കള്ളപ്പണം വെളുപ്പിക്കുക എന്നുള്ള പ്രശ്നങ്ങൾ ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ്. അതിന്റെ ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷൻസ് അതൊന്നും അവർക്കത് കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ല. അതിനൊന്നൊരു പെർമനന്റ് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ല. എങ്ങനെ വന്നു കഴിഞ്ഞാലും ആർബിട്രേജ് ട്രേഡ് എന്നുള്ളത് ഒരു തരത്തിൽ അല്ലെ വേറൊരു തരത്തിൽ സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡെക്സ് എന്ന് വന്നു, അത് പിന്നെ അവിടെയും പ്രശ്നങ്ങൾ, പിന്നീട് അവിടുന്ന് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലേക്ക് വന്നു, അവിടെയും പ്രശ്നങ്ങൾ. പലതരത്തിലുള്ള കാര്യങ്ങൾ അവർ ട്രൈ ചെയ്തു. ഓട്ടോമേറ്റഡ് എക്സിക്യൂഷൻ, നമ്മൾ തന്നെ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിരുന്നു. അതിനുശേഷം മൾട്ടി എക്സ്ചേഞ്ചിൽ ട്രാക്കിംഗ് ട്രൈ ചെയ്തിരുന്നു. ഒപ്റ്റിമൈസേഷൻ, റൗട്ടിങ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ലൈവായിട്ട് നമ്മൾ കണ്ടതാണ്. പക്ഷെ അവിടെയും പിന്നീടും പ്രശ്നങ്ങളാണ്. അവിടെയും HFT ബോട്ട്സിന്റെ പ്രശ്നങ്ങൾ, ഫണ്ട് ട്രാൻസ്ഫർ സ്ലോവർ ദാൻ മെയിൽ, അതായത് അത്രയും പ്രശ്നങ്ങളാണ് ഒരു ഫണ്ട് ട്രാൻസ്ഫറിന്റെ കാര്യത്തിലൊക്കെ നടക്കുന്നത്. വിഡ്രോവൽസിലൊക്കെ ചിലപ്പം വേഴ്സ്റ്റ് ടൈമിൽ പല മണിക്കൂറുകളോട് എടുത്തിട്ടാണ് വിഡ്രോവൽ നടക്കുന്നത്. ഈ ഒരു യാഥാർത്ഥ്യം ശരിക്ക് ഉൾക്കൊണ്ടു. അപ്പം വലിയ ചാലഞ്ചസ് ഡെക്സിലെ ആർബിട്രേജ് ട്രേഡ് ആയാലും സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലെ ആർബിട്രേജ് ട്രേഡും, ഇതൊരു രണ്ടും ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ അവിടുത്തെ എന്താ പറയുക ഒരു ജോക്ക് പോലെ മാത്രമായി തോന്നുന്നത്. രണ്ടും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വർക്കൗട്ട് ആകുന്നില്ല, ആകത്തൊരു സാഹചര്യം വന്നു. ആ സമയത്ത് പിന്നെയും ചാലഞ്ചസ് വന്നു. ഈ സമയത്താണ് കമ്പനിയുടെ മുമ്പിൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ടീമിന് മുമ്പിൽ ഒരു 2 ഓപ്ഷൻ ഉണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്നു. ഒന്ന്, ഇവിടെ വെച്ച്
എല്ലാം ഉപേക്ഷിച്ച് എന്നേക്കുമായിട്ട് ഇത് ഉപേക്ഷിക്കുക ഈ പ്രോജക്റ്റ്. $500 പർച്ചേസ് ചെയ്താണ് നമ്മളെല്ലാവരും കഴിഞ്ഞ ജനുവരി മുതൽ ലോകത്തെല്ലാവരുമായിട്ടും എല്ലാവരും $500 സബ്സ്ക്രിപ്ഷൻ എടുത്തതാണ് ബൂമറാങ്. ആ പ്രൊജക്ട് എന്നേക്കുമായിട്ട് നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അത് മരിച്ചു എന്നുള്ള കണ്ടീഷന് മറ്റുള്ള ഒരുപാട് കമ്പനികൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ എന്നേക്കുമായിട്ട് ക്ലോസ് ചെയ്തിട്ട് പോവാം. അതല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഇതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഒന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അതായത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആയിരുന്നു കമ്പനിയുടെയും മാനേജ്മെന്റിന് മുമ്പിലും അതുപോലെ ടെക്നിക്കൽ ടീമിന്റെ മുമ്പിലും ഉണ്ടായിരുന്നു. പിന്നീട് വീണ്ടും ലിക്വിഡിറ്റി പ്രോബ്ലം, ഡെക്സ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിരുന്ന പ്രോബ്ലമാണ് ലിക്വിഡിറ്റി പ്രോബ്ലം. ഇവിടെ യൂണിസാപ്പിൽ 1.5 ബില്യൺ വോളിയമാണ്, ട്രേഡിംഗ് വോളിയാണ് ഒരു ദിവസം നടക്കുന്നത് 24 hours. അത് കർവിൽ 300 മില്യണും സുഷിസാപ്പിൽ 100 മില്യനാണ്. പക്ഷെ അതേ സമയത്ത് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലേക്ക് വരുമ്പോഴേക്ക് അത് 25 ബില്യൺ ആണ്. ബിനാൻസിൽ മാത്രം ഒരു ദിവസത്തെ ട്രേഡിംഗ് വോളിയം. കോയിൻ ബേസിൽ അത് 3 ബില്യൺ വോളിയമാണ്. OKX അത് 2.5 ബില്യൺ വോളിയാണ് ഒരു ദിവസം നടക്കുന്നത്. അപ്പൊ എല്ലാ എക്സ്ചേഞ്ചിലും സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലേക്ക് വരുന്ന സമയത്ത് 100 കണക്കിന് ബില്യൺ വോളിയം, ട്രേഡിംഗ് വോളിയം ഒരു ദിവസം നടക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അവിടെയും അതിന്റെ റിയാലിറ്റി കമ്പനി ചെക്ക് ചെയ്തപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പിന്നെയും അവിടെ മനസ്സിലാക്കും. സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ പെർമനന്റ് ആയിട്ട് ഇതിൽ വിട്ടു. ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ആർബിട്രേജ് ട്രേഡ് നടക്കില്ല എന്നുള്ളൊരു ബോധ്യം വന്നു. അപ്പൊ അതൊക്കെ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലേക്ക് എത്തി. വേറെ ചാലഞ്ചസും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നെല്ലാം മനസ്സിലാക്കി. പക്ഷെ ഈ ഒരു വോളിയം കണ്ടപ്പോൾ ഇതിവിടെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഈ സെൻട്രലൈസ്ഡ് എക്സിലെ വോളിയം അത് 100 ബില്യൺ ഒക്കെ വോളിയം ഒരു ദിവസം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ഈ കമ്പനിയുടെ ടെക്നിക്കൽ ടീമിന്റെ അടുത്ത ആലോചന. ഇത്രയും നാള് ഡെക്സിൽ ആർബിട്രേജ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിരീക്ഷണങ്ങളും ഒരുപാട് ടെക്നിക്കൽ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അതെല്ലാം വേസ്റ്റ് ആകുന്നുള്ള കാര്യം മനസ്സിലായി. സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലാണ് നല്ലതെന്ന് തോന്നി. അങ്ങനെ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലേക്ക് വന്നു ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ആദ്യമായിട്ട് മനസ്സിലാക്കിയത് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് സിഗ്നൽസിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള ട്രേഡിംഗ് ആണെന്ന് മനസ്സിലായി. അപ്പൊ അതിനകത്ത് ഒരുപാട് വലിയ എക്സ്പേർട്ടൈസ് ആവേണ്ട കാര്യമൊന്നുമില്ല സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. നമ്മളൊരു 10 സിഗ്നൽ ബൈയും 10 അല്ല 5 ബൈയും 5 സെല്ലും പറഞ്ഞാൽ എന്തായാലും 2-3 ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോലൊക്കെ നടക്കും. അപ്പോൾ 10 ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ 5 കറക്റ്റ് ആവുകയും 5 ഓർഡർ കറക്റ്റ് ആവുകയും 5 ഫെയിൽ ആവുകയും ചെയ്യും. ഇത് ആര് ചെയ്തു കഴിഞ്ഞാലും നടക്കുന്നൊരു കാര്യമാണ്. അതൊന്നും അത്ര വലിയൊരു എക്സ്പേർട്ടൈസ് ഇതിനകത്ത് ആവശ്യമില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള ട്രേഡിംഗ് ആണ് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നടക്കുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് അവർ കണ്ടെത്താൻ വേണ്ടി സാധിച്ചു ടെക്നിക്കൽ ടീമിന്. പിന്നീട് നമുക്ക് സ്കാമേഴ്സ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ചെയ്യുന്നത് സ്കാമേഴ്സ് അവർ വലിയ തോതിൽ പമ്പിങ്ങും ഡംപിങ്ങും രണ്ടും ഒരേപോലെ ടെലഗ്രാം ഗ്രൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിൽ ചെയ്യുന്നുണ്ട്. അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ കണ്ടെത്തിയത്. പിന്നെ എത്തിയത് കോപ്പി ട്രേഡിംഗ് ആണ്. കോപ്പി ട്രേഡിങ്ങിൽ രണ്ടാമത്തെ ഇതായി കണ്ടത് കോപ്പി ട്രേഡിംഗ് ആണ്. ഇവിടെയും വലിയ ബിഗസ്റ്റ് ട്രേഡേഴ്സിനെ ഫോളോ ചെയ്യുക, അവർ ട്രേഡ് ചെയ്യുന്ന അതേപോലെ നമ്മളും ട്രേഡ് ചെയ്തോളാം, പ്രോഫിറ്റ് ഉണ്ടായിക്കോളാം. പക്ഷെ ഇതെത്രമാത്രം പ്രാക്ടിക്കലി എത്ര ഫലവത്താണെന്ന് ഒന്നും പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം എല്ലാ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളും കോപ്പി ട്രേഡിംഗ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആദ്യം അതാണ് കാണിക്കുന്നത്. പക്ഷെ എത്ര ആൾക്കാർക്ക് അത് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ കോപ്പി ട്രേഡിൽ പ്രോഫിറ്റ് കിട്ടിയവരുണ്ട്. അതേപോലെ തന്നെ ലോസ് വന്ന് ക്യാപിറ്റൽ ലോസ് കംപ്ലീറ്റ് വന്നവരെയും എനിക്ക് നേരിട്ട് പേഴ്സണലി പരിചയമുള്ളവരുണ്ട് കോപ്പി ട്രേഡിങ്ങിൽ പോയിട്ട്. കോപ്പി ട്രേഡിങ്ങിലൂടെ എല്ലാവർക്കും പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ എല്ലാവരും അതൊന്നും ഫോളോ ചെയ്താൽ മതിയായിരുന്നു. നമ്മൾ റിസ്ക് പിടിച്ചിട്ട് ഈ ഫീച്ചേഴ്സിൽ ട്രേഡ് ചെയ്തിട്ട് ക്യാഷ് കളയേണ്ട, ക്യാപിറ്റൽ ലോസ് വരുത്തേണ്ട കാര്യമില്ലായിരുന്നു. അപ്പം കോപ്പി ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ല ഈ ഒരു ട്രേഡിങ്ങിൽ. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ പ്രത്യേകിച്ച് ക്രിപ്റ്റോയിൽ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ അവർ ചെയ്യുന്നത് ഇതാണ് കോപ്പി ട്രേഡിംഗ്. ഒരുപാട് ആൾക്കാർക്ക് ക്യാഷ് നഷ്ടപ്പെട്ട സംഭവം എന്നുള്ള കാര്യം അവരുടെ റിസർച്ചിൽ, കമ്പനിയുടെ റിസർച്ചിൽ കണ്ടെത്താൻ വേണ്ടി സാധിച്ചു. വാട്ട് ഈസ് നെക്സ്റ്റ്? ആർബിട്രേജ് ട്രേഡ് ഫെയിലായി. റാൻഡം സിഗ്നൽസ്, അതും കുറച്ച് ശരിയാകാം, കുറച്ച് ശരിയാകാതിരിക്കാം എന്ന് പറഞ്ഞ പോലെ നമുക്കൊന്നും അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി സാധിക്കില്ല. ഈ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യും പോലെ തന്നെയാണ് കോപ്പി ട്രേഡിങ്. കുറച്ചാൾക്ക് ചിലപ്പോൾ അത് കിട്ടുമായിരിക്കും, അടുത്ത് കുറേ ആൾക്കാർക്ക് ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. അവിടെ വെച്ച്
വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് കണ്ടെത്തണം എന്നുള്ളതിനെ കുറിച്ച് വീണ്ടും ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ കണ്ടെത്തിയ പ്രൊജക്റ്റാണ് ബൂമറാങ് 2.0. ഈ പ്രൊജക്റ്റിലേക്ക് എത്തുമ്പോൾ no more failed arbitrage attempts, no more fighting security wars, no more copy pasting strategies that don't work. ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ട്രേഡിനെ കുറിച്ച് ഞാൻ പല പ്രാവശ്യത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 90% ആൾക്കാർ ഫെയിൽ ആകുന്നതാണ് ഇവിടെ. വെറും 10% ആൾക്കാർ മാത്രമാണ് ഇതിനകത്ത് വിജയിക്കുന്നത്. ആ 10% എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റുകളും ബില്യൺസ് ഡോളേഴ്സ് ഇട്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ്, ക്രിപ്റ്റോ വെയിൽസ്, അവരൊക്കെയാണ് അതിനകത്ത് പ്രോഫിറ്റ് എടുത്തിട്ടുള്ളൂ. ഈ 90% ആൾക്കാരും പരാജയപ്പെട്ട ഒരേ ഒരു ഇൻഡസ്ട്രി, ലോകത്ത് ഒരേ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ട്രേഡിംഗ്, ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ട്രേഡിംഗ് ആണ്. അത് ക്രിപ്റ്റോ ആയാലും സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും ഫോറക്സ് ആയാലും ഗോൾഡ് ആയാലും കമ്മോഡിറ്റി ആയാലും എല്ലാം അത് അങ്ങനെ തന്നെയാണ്. 90% ഫെയിലാണ്. ഇത്രയധികം ഫെയിലായ മറ്റൊരു ഇൻഡസ്ട്രി നമുക്ക് കാണാൻ സാധിക്കില്ല. ആ സമയത്താണ് നമുക്ക് ഒരൊറ്റ ട്രേഡ് പോലും ലോസ് ആകാതെ വിധത്തിലുള്ള ആർബിട്രേജ് ട്രേഡുമായിട്ട് വന്നത്. ഇപ്പോ അതിനപ്പുറത്തേക്ക് ഡോഡോ എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് വന്നിട്ടുണ്ട്. അത് നമുക്കറിയാം, ഇൻഡെക്സ് ട്രേഡിങ് വേൾഡിൽ തന്നെ ഫസ്റ്റ് ടൈം ഉള്ള ഇതാണ്. അതിനകത്തും ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന, നന്നായിട്ട് ട്രേഡ് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ് മുമ്പിലുള്ളത്. ഈ രണ്ട് പ്രൊജക്റ്റുകൾ, ഒന്ന് ഡോഡോയും ഒന്ന് വരാനിരിക്കുന്ന ബൂമറാങ് 2.0, നമ്മളെ എല്ലാവരുടെയും ലൈഫ് സ്റ്റൈൽ മാറ്റിമറിക്കും എന്നതിനകത്ത് ഒരു തർക്കവും വിചാരിക്കണ്ട. ബൂമറാങ്ങിന്റെ ആർബിട്രേജ് ട്രേഡ് കണ്ടുവന്നിട്ട് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വന്ന കമ്പനികളെല്ലാം ക്ലോസ് ചെയ്ത് പോയി. ആ സമയത്ത് ഷവേ സാറും ടീമും അത് സ്റ്റിക്ക് ഓൺ ചെയ്തു. 1 by 1 ആയിട്ട് ഓരോ ചാലഞ്ചസും എല്ലാം ഫേസ് ചെയ്തുകൊണ്ട് അതിന് എല്ലാം കണ്ടെത്തിയിട്ട് ഇന്ന് വരെ ലോകത്ത് ആരും കണ്ടുപിടിക്കാത്ത ഒരു പുതിയ പ്ലാറ്റ്ഫോം, ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. $1200 കൊടുത്ത് ഒരു കോംബോ ഓഫർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ $1200 കൊടുക്കുന്നെങ്കിൽ അതിൽ $240 നമ്മുടെ BTC20 അതുപോലെ തന്നെ $960 TRC20, അങ്ങനെ ഒരു കോംബോ ഓഫർ ആയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ബൂമറാങ്ങിൽ $500 വരും, ക്യാപിറ്റൽ ഫ്രീയിൽ $100 വരും, ലിക്വിഡ് പേയിൽ $100 വരും, ഡോഡോയിൽ $100 സബ്സ്ക്രിപ്ഷൻ വരും, 2 NFT മൈനർ $50 2 NFT മൈനർ വരും, $300 0.5% നമ്മുടെ നോഡിന്റെ $54,000 നോഡിന്റെ ഒരു ഷെയർ നമുക്ക് കിട്ടും. എല്ലാത്തിനും, അത് കമ്പനിയുടെ ലൈവ് ആയിരിക്കുന്ന എല്ലാ പ്രൊജക്ട് 6 പ്രൊജക്ട്സിലും, അതായത് ടേക്ക് ക്യാപിറ്റലിൽ നിന്നുള്ള അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള 5 പ്രൊജക്ട്സിലെയും നമുക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റും ഒരു പാക്കേജിൽ, ഒരു കോംബോ പാക്കേജ് എന്ന് പറയാം. അതിനകത്ത് ഇന്ന് നമ്മളത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നാളെ ഇത് $100 തിരിച്ച് റീഫണ്ട് കിട്ടും. കമ്പനിയുടെ എല്ലാ ഇതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് ഇത്ര കോൺഫിഡൻസോടുകൂടി ഈ ഒരു ഓഫർ മുമ്പോട്ട് വെച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് എത്രമാത്രം സക്സസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, ഒരു പ്ലാറ്റ്ഫോമാണ് വരാൻ വേണ്ടി പോകുന്നത്. റാങ്ക് 1 ഇവിടെ പരാജയപ്പെട്ടു. ആ സമയത്ത് അതിനകത്ത് പരാജയപ്പെടാനുള്ള കാരണങ്ങളും എല്ലാ കാരണങ്ങളും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ആർബിട്രേജ് ട്രേഡ് എന്നേകമായിട്ടത് മരിച്ചു. അതിനൊരു കാരണം അത് വളരെ സ്ലോ ആയിരുന്നു, അതുപോലെ തന്നെ ഫ്രാഗ്മെന്റഡ്, ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. അത് ഒരു ബോട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ബ്ലോക്ക് ടൈംസ് ഒക്കെ നമുക്കൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ആ ട്രേഡ് നടക്കും. ഇപ്പം ആർബിട്രേജ് ട്രേഡ് എന്ന് പറയുന്നത് മാനുവലായിട്ട് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഒരു അൽഗോരിതം വെച്ചിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ട്രേഡ് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇൻഡിവിജ്വലി ഇപ്പോഴും ആർബിട്രേജ് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് ഒരു $10,000 $15,000 ഒക്കെ വേണം. അപ്പോൾ ആ ഒരു 5-6 കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട്, പല പ്ലാറ്റ്ഫോംസ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് എവിടെയാണ് കുറഞ്ഞ പ്രൈസിൽ പർച്ചേസ് ചെയ്യുന്നു, ഇമ്മീഡിയറ്റ്ലി അത് അടുത്ത എക്സ്ചേഞ്ചിലേക്ക് മാറ്റുന്നു, അവിടുന്ന് സെല്ല് ചെയ്യുന്നു. ഒരു $10,000 ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് അറ്റ് എ ടൈം ചിലപ്പോൾ $50 പ്രോഫിറ്റ് കിട്ടാം. അങ്ങനെ 5-10 പ്രാവശ്യം ചെയ്യുമ്പോൾ $500 പ്രോഫിറ്റ് കിട്ടുന്ന ചാൻസ്. ഇത് മാനുവലായിട്ട് ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ട് ആർബിട്രേജ് ട്രേഡ്. പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാർ ട്രേഡ് ചെയ്ത് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ അത് പരാജയപ്പെട്ടു പോയി. കാരണം ലിക്വിഡിറ്റിയും അതുപോലെ ഹൈ ഗ്യാസ് ഫീ ഒക്കെ വന്നപ്പോൾ അത് പരാജയപ്പെട്ടു പോയി. പിന്നെയുള്ളത് റാൻഡം സിഗ്നൽസ് കൊടുത്തുകൊണ്ട് ഇത് നിങ്ങൾ ബൈ ചെയ്തോ സെല് ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അത് ഓവർ ക്രൗഡഡ് ആണ്. ഒരുപാട് ആൾക്കാർ അത് ചെയ്യുന്നുണ്ട്. അത് സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്, അതുപോലെ തന്നെ ക്രിപ്റ്റോ ഫോറക്സിൽ എല്ലായിടത്തും അത് നടക്കുന്നുണ്ട്, കമ്മ്യൂണിറ്റിയിലും എല്ലായിടത്തും നടക്കുന്നുണ്ട്. അതും ഒരു റോൾ മോഡലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല, ഓൾറെഡി മാർക്കറ്റിലുള്ള ഒരു കാര്യം തന്നെയാണ്. കോപ്പി ട്രേഡ് അതും എത്ര കാലം എന്ന് പറയാൻ പറ്റില്ല. ഇഷ്ടംപോലെ എക്സ്ചേഞ്ചുകൾ, സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ കോപ്പി ട്രേഡ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്.
അവിടുന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം ആണ് ലിക്വിഡിറ്റിയുടെ ഒരു പ്രോബ്ലം. അത് ശരിക്കും ലിക്വിഡിറ്റിയുടെ പ്രോബ്ലം ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ മാത്രമേ ഉള്ളൂ എന്ന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചു ടെക്നിക്കൽ ടീമിന്. അനലൈസ് ചെയ്തപ്പോൾ സാറിന് ടീമിനെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് ഈ ലിക്വിഡിറ്റി എന്ന പ്രോബ്ലം ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ മാത്രമേ ഉള്ളൂ. റിയൽ ട്രേഡും റിയൽ ലിക്വിഡിറ്റിയും ലൈവായിട്ട് കിട്ടുന്നത് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ മാത്രമാണ്. അവിടെ വളരെ കൂടുതലാണ്, വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. കാരണം സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിന്റെ കുറിച്ച് നമുക്കറിയാം, വെബ്3യിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഈ KYCയും അങ്ങനെയൊന്നും ഇല്ലാതെ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിനും അതിന്റെ ഒരു വെബ്3 വേൾഡിലേക്ക് വരുമ്പോൾ അങ്ങനെയായിരുന്നു എല്ലാവരും ചിന്തിച്ചത്. പക്ഷെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചപ്പോൾ മാർക്കറ്റ് സ്റ്റഡി നടത്തിയപ്പോൾ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലാണ് ഇതൊക്കെ കൂടുതൽ നടക്കുന്നത് കാര്യം മനസ്സിലായി. അവിടെയാണ് കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് അവിടെ ആദ്യമായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് HFTs ആർ ദി റിയൽ പ്ലേയേഴ്സ്, ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് ബോട്ട്സ്. HFT, ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ്, അവരാണ് ശരിക്കും ഇതിനകത്ത് ക്യാഷ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഈ ടെക്നിക്കൽ ടീമിന് ഒരു അനാലിസിസ് എത്താൻ വേണ്ടി സാധിച്ചു. പക്ഷെ അവിടെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ HFTs ആണ്, HFTസും അൽഗോസും ആണ് മാത്രം ആണ് ഈ തരത്തിലുള്ള ട്രേഡിംഗ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചു. പിന്നീടും കുറെ കാര്യങ്ങളുണ്ട് ഇതെങ്ങനെയാണ് ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഒരുപാട് കാര്യങ്ങൾ പിന്നെയും ഉണ്ട്. ബൂമറാങ് 1ഉം ബൂമറാങ് 2ഉം തമ്മിലുള്ള ഒരു ബ്രേക്ക് ത്രൂ നടക്കുന്ന അവിടെയാണ്. അതായത് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നിന്ന് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലേക്ക് വന്നുകൊണ്ട് HFTസും അൽഗോസും ആണ് ഇത് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റുന്ന, ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മെത്തേഡ് എന്നുള്ള മനസ്സിലാക്കിയിട്ട് ബൂമറാങ് 2ന് ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് മനസ്സിൽ തോന്നിയ ഒരു സമയമായിരുന്നു അത്. വാട്ട് എ ഇയർ ഇൻ ക്രിപ്റ്റോ ടോട്ടൽ. നമുക്ക് ഓരോ വർഷം ഈ ക്രിപ്റ്റോ മാർക്കറ്റിന്റെ ഒരു ഓവർവ്യൂ എടുത്തുകൊണ്ട് അവർ ഡാറ്റ പഠിച്ചു. നമുക്കൊരു ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും അതിന്റെ മാനേജ്മെന്റും അതിന്റെ പ്രൊമോട്ടേഴ്സ് ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡാറ്റ അനാലിസിസ്. ഡാറ്റ കളക്ട് ചെയ്യുക, ആ ഡാറ്റ അനാലിസിസ് ചെയ്യുക, ആ ഡാറ്റ അനാലിസിസ് ചെയ്ത് കിട്ടിയ ആ ഒരു ക്രീമായിട്ടുള്ള ഡാറ്റ ഉണ്ടാവില്ല, അത് കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ് വിജയിച്ചിരിക്കും. അതിനകത്താണ് ആ ഒരു മാനേജ്മെന്റിന്റെയും കഴിവുകൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഡാറ്റ കളക്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനും വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴാണ് ക്രിപ്റ്റോ മാർക്കറ്റിന്റെ ഒരു ഓവർവ്യൂ എടുത്തത്. മാർക്കറ്റ് ക്യാപ്പ് 2.36 ആണ് 2024 മാർച്ചിൽ ഉണ്ടായിരുന്നത്. 2.36 ട്രില്യൺ, 2.36 ട്രില്യൺ ഡോളേഴ്സിന്റെ ആയിരുന്നു മാർക്കറ്റ് ക്യാപ്പ്, ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അത് 6 മാസം കഴിഞ്ഞപ്പോൾ 2.21 ട്രില്യൺ ഡോളേഴ്സായി. പിന്നീട് കഴിഞ്ഞ 3 മാസം എടുക്കുമ്പോൾ, അതാണ് ആ സമയത്താണല്ലോ ബിറ്റ് കോയിന്റെ പ്രൈസ് ഓൾ ടൈം ഹൈയിലെത്തിയത്. ആ സമയത്ത് അത് 3.36 ട്രില്യൺ ഡോളേഴ്സിലെത്തി. കഴിഞ്ഞ ഒരു മാസമായിട്ട് മാർക്കറ്റ് ഡൗൺ ആയ സമയത്ത് 2.93 ട്രില്യൺ ഡോളേഴ്സായിട്ട് മാറി. കഴിഞ്ഞ ദിവസം എടുക്കുന്ന ദിവസത്തെ ആ ഒരു ദിവസത്തെ ഡാറ്റ എടുത്ത സമയത്ത് 2.71 ട്രില്യൺ ഡോളേഴ്സായിട്ട് മാറി. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കുന്ന സമയത്ത് കഴിഞ്ഞ 6 മാസം 6% ഡൗൺ ആണ്, 6% ലോസിലാണ് ഈ ക്രിപ്റ്റോ ഓവറോൾ ഇൻഡസ്ട്രി ഉള്ളത്. കഴിഞ്ഞ 3 മാസം എടുക്കുകയാണെങ്കിൽ അത് 34% അപ്പിലാണുള്ളത്. കഴിഞ്ഞ 3 മാസം എടുക്കുക, 6 മാസമാണ് ഡൗൺ ആണ്, 3 മാസമാണ് ഭയങ്കര, കഴിഞ്ഞ 3 മാസമാണ് ഫാസ്റ്റ് ആയിട്ട് അപ്പായത്. 34% പ്രോഫിറ്റിലാണുള്ളത്. കഴിഞ്ഞ ഒരു മാസം എടുക്കുകയാണെങ്കിൽ അത് 14% ഡൗൺ ആണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു ദിവസം മാത്രം എടുക്കുന്നത് 7% ഡൗൺ ആണ്. ട്രേഡിംഗ് വോളിയം എടുക്കുമ്പോൾ 197 ബില്യൺ ആണ് വോളിയം ഒരു വർഷത്തെ വന്നത്. അത് 6 മാസം എടുക്കുന്ന 123, പിന്നെ 273 കഴിഞ്ഞ 3 മാസത്തെ. ഒരു മാസത്തെ എടുക്കാൻ 156 ബില്യൺ ആണ്. കഴിഞ്ഞ ഒരു ദിവസത്തെ എടുക്കാൻ 135 ബില്യൺ ആണ് വോളിയം, ട്രേഡിംഗ് വോളിയം വന്നത്. ഇവിടെ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലേക്ക് വരുമ്പോൾ അത് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലാണ് ഏകദേശം 71% ടോട്ടൽ നടക്കുന്ന ട്രേഡിംഗ് വോളിയത്തിന്റെ 71% നടക്കുന്നതും സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലാണെന്നുള്ള കാര്യം ഈ ഡാറ്റ അനലൈസ് ചെയ്തപ്പോൾ ടെക്നിക്കൽ ടീമിന് മനസ്സിലായി. അതിനകത്തും കഴിഞ്ഞ 6 മാസത്തെ ഒരു ഇതെടുക്കുന്ന സമയത്ത് 54%, അതുപോലെ തന്നെ ഒരു മാസം എടുക്കുമ്പോൾ 54% കൂടുതലും, പിന്നീട് കഴിഞ്ഞ ഒരു മാസം എടുക്കുമ്പോൾ 42.4% ഡൗണും, കഴിഞ്ഞ ഒരു ദിവസം എടുക്കുമ്പോൾ 10% ഡൗണുമാണ് ഉണ്ടായിരുന്നത്. ലിക്വിഡേഷൻ എന്ന് പറയുന്നത് ട്രേഡ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സിന്റെ, നമ്മൾ ട്രേഡ് ചെയ്തവരുടെ ഫണ്ട് എന്നതിനൊക്കെ ക്യാപിറ്റൽ അടക്കം ലോസ് വന്ന അതിനെയാണ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ലോസ് വന്ന ആ സംഭവത്തിനാണ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. അത്
കഴിഞ്ഞ 6 മാസത്തേക്ക് $870 മില്യനും 3 മാസത്തേക്ക് $1 ബില്യൺ കഴിഞ്ഞ ഒരു മാസത്തേക്ക് ഇവിടെ $1.7 ബില്യൺ, ഇവിടെ $1.1 ബില്യൺ ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഡാറ്റയിൽ തെറ്റുണ്ട്. 100% ഉറപ്പാണ്. ഒരു മാസം കൊണ്ട് $1.1 ബില്യൺ അല്ല ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ട്രേഡ് ചെയ്തിട്ട്, അതിനേക്കാൾ കൂടുതലുണ്ട്. ചെറിയ പശ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ആ സമയത്ത് HFT അൽഗോസ് ഇപ്പൊ കണ്ടെത്തിയ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് എടുക്കുന്നതും ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് വോളിയം നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് HFTസും അൽഗോസും ആണ്. വാട്ട് ഈസ് ഷോയിങ് ദിസ് ഡാറ്റ? മാർക്കറ്റ് ക്യാപ്പ്, അതുപോലെ വോളിയം സ്പൈക്സ്, സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഡോമിനേറ്റ് ചെയ്യുന്നു. അതായത് ട്രേഡിംഗ് ആക്ടിവിറ്റിയിൽ 71%, ലോകത്തിലെ ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിലെ 71% അവർ ഡോമിനേറ്റ് ചെയ്യുന്നത് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണെന്ന കാര്യം മനസ്സിലായി. ബില്യൺസ് ഡോളേഴ്സിന്റെ ലിക്വിഡേഷൻ നടക്കുന്നുണ്ട്. ആൾക്കാർക്ക് ആയിരക്കണക്കിന് കോടി രൂപ നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ കുറച്ച് ആൾക്കാർ ക്യാഷ് അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അവർക്ക് അവരുടെ റിസർച്ചിലൂടെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചു. ഇതിനകത്ത് മനസ്സിലായ ഒരു കാര്യം, ടേക്ക് അവേ എന്ന് പറയുന്നത്, റിയൽ ട്രേഡേഴ്സും റിയൽ പ്ലേയേഴ്സും എന്ന് പറയുന്നത് HFTസും അൽഗോസും ആണെന്നുള്ള കാര്യം മനസ്സിലായി. റിയൽ വിന്നേഴ്സ് അവരാണെന്നുള്ള കാര്യം മനസ്സിലായി. ഹൈ ഫ്രീക്വൻസി ട്രേഡിങ്ങും അതുപോലെ തന്നെ അൽഗോസും അവരാണ് ഇതിന്റെ ശരിയായ ഈ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. അവർ ട്രേഡ് ചെയ്യുന്ന സമയത്ത് അവര് അൽഗോരിതം ട്രേഡിങ്ങിൽ അത് പ്രോഫിറ്റുകൾ തന്നെ കോമ്പൗണ്ട് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നു. ദേ ഡോണ്ട് ഫോമോ. അവർക്ക് ആ ഒരു പേടി, മാർക്കറ്റിലുള്ള പേടി, ആ തരത്തിലുള്ള ഫിയറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അവർ വളരെ സ്ട്രക്ചറായിട്ട് വോൾട്ടൈലിൽ ഏത് മാർക്കറ്റിലും ട്രേഡ് ചെയ്യും, അതുപോലെ വോളിയം ഉണ്ടാക്കും. വളരെ സ്ട്രക്ചേർഡ് ട്രേഡിങ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് HFTസും അൽഗോസും എന്നുള്ള കാര്യം മനസ്സിലായി. ഇറ്റ്സ് എ മാർക്കറ്റ് ഫയൽ ബട്ട് ഇറ്റ്സ് മാത്തമാറ്റിക്കലി പ്രെഡിക്റ്റബിൾ. ഇതൊരു മാജിക്കോ കാര്യങ്ങളൊന്നുമല്ല. ഇതിന്റെ പുറകില് ഒരു മാത്സ് ഉണ്ട്. ആ മാത്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കായാലും ട്രേഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും, അല്ല പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യത്തിൽ കമ്പനിയിൽ നമ്മുടെ ടെക്നിക്കൽ ടീമിന് ഒരു അനാലിസിസിൽ എത്താൻ വേണ്ടി സാധിച്ചു. ഹൈ ഫ്രീക്വൻസി ട്രേഡിങ്ങും അൽഗോരിതം ട്രേഡിംഗ് പർട്ടിക്കുലർ എന്തുകൊണ്ടാണ് ഈ HFTസും അതുപോലെ അൽഗോസും സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ മാത്രം സക്സസ്ഫുൾ ആകുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവരുടെ മുമ്പിലേക്ക് എത്തി. പിന്നെ വീണ്ടും HFTസും അൽഗോസിന്റെ ആക്ച്വൽ ട്രേഡും അതിന്റെ ഒരു മാജിക് അല്ല, അതിന്റെ പുറകിൽ ഒരു മാത്സ്, ആ മാത്സ് ഫോളോ ചെയ്താണ് എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു ഇൻസൈറ്റ് കിട്ടി. പിന്നീട് അത് വെച്ചിട്ട് അവർ വീണ്ടും ഡാറ്റ അനാലിസിസിനും എടുത്തിരുന്നു. ഡാറ്റ അനാലിസിസും ഡാറ്റ കളക്ഷനും ഡാറ്റ അനാലിസിസും മാത്രമാണ് ഇതിനകത്ത് നടന്നത് എന്നുള്ള കാര്യം ഇതിന്റെ എൻഡ് ഓഫ് ദ പ്രസന്റേഷൻ എല്ലാവർക്കും മനസ്സിലാവും. മാർക്കറ്റ് ഡെപ്തും ഓർഡർ ബുക്സും ലാറ്റൻസി ആർബിട്രേജ്, അതായത് മാർക്കറ്റിന്റെ ഡെപ്ത് അങ്ങനെയുള്ള ഓർഡർ നമുക്ക് അറിയാം. ഒരു മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഓർഡർ ബുക്ക് എന്ന് പറഞ്ഞിട്ട് തൊട്ട് അവിടെ തന്നെ കാണിക്കുന്നുണ്ടാവും. ഇത്ര ബയേഴ്സ് ഉണ്ടാവും, ഇത്ര സെല്ലേഴ്സ് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ കാണിക്കുന്നത്. അതിന്റെ പ്രൊഡക്റ്റ്, അതിന്റെ ലിക്വിഡിറ്റി എല്ലാം മനസ്സിലാക്കുന്നിടത്ത് ആണ് ഒരു ശരിക്കൊരു വിജയിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതറിയില്ല. പക്ഷേ HFTസും അൽഗോസും അത് കണ്ടെത്തി, അവർക്ക് കണ്ടെത്താനുള്ള കഴിവുണ്ട്. ലാറ്റൻസി ആർബിട്രേജ് എന്ന് പറയുന്നത് നമ്മളൊരു ട്രേഡ് ബൈ ചെയ്യുന്നു, അതുപോലെ സൊലാന ബൈ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു. ആ ബൈ ചെയ്യാനുള്ള കമ്പ്യൂട്ടർ ട്രിഗർ നമ്മൾ ചെയ്യുന്ന സമയം മുതൽ ആ ട്രേഡ് നടക്കുന്ന എക്സിക്യൂട്ട് ആവുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അതിന് ബിറ്റ്വീൻ, അതിനെയാണ് ആ ട്രേഡ് ലാറ്റൻസി ആർബിട്രേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമും ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. പ്രൈസ് ആക്ഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വോളിയം സ്പൈക്സും ലിക്വിഡിറ്റി ഷിഫ്റ്റ്സും, ലിക്വിഡിറ്റി പെട്ടെന്ന് കൂടുകയും അതുപോലെ കുറയുകയൊക്കെ ചെയ്തിരിക്കും. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, എത്രമാത്രം ഒരു എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വോളിയം ഉണ്ടാകും എന്നതിനെയാണ് നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ലിക്വിഡിറ്റി എന്ന് വേണ്ടി മനസ്സിലാക്കാം. കുറെ കാര്യങ്ങൾ, സെൽഫ് ലേണിംഗ് മോഡൽ, ബാക്ക് ടെസ്റ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പുറകിൽ പഠിക്കാനുണ്ടെന്ന കാര്യമായി. വാട്ട് പവേഴ്സ് HFTs ആൻഡ് അൽഗോസ്? HFTസിന്റെ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്ക് വേണമെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് റിസർച്ച് ചെയ്യാം. ഇതൊരു ഇതുപോലത്തെ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയധികം വലിയൊരു മാർക്കറ്റ് സ്റ്റഡി നടത്താൻ വേണ്ടി പറ്റിയ ഒരു കാര്യങ്ങൾ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കൊണ്ടുവരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് നടത്തിയപ്പോൾ, ടെക്നിക്കൽ ടീം റിസർച്ച് നടത്തിയപ്പോൾ കിട്ടിയ ഡാറ്റയാണിത്, ആക്ച്വൽ ഡാറ്റ. ഇതിനകത്ത്
ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും, അത് ലാസ്റ്റ് ഭാഗത്ത് മാത്രമാണ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാക്കി എല്ലാം ഓപ്പൺ സോഴ്സ് ആണ്. ആർക്ക് വേണമെങ്കിലും ഇത് ഈ ഡാറ്റ എടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഈ HFTസിന്റെയും ആൽഗോസിന്റെയും പവർ അത്ര മാത്രം. ഞാൻ ChatGPT ഉപയോഗിക്കില്ല, എല്ലാം DeepSeekൽ മാത്രമാണ്. അപ്പം അതിനകത്ത് കറക്റ്റ് ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസറുകളോട് കൊടുത്തിട്ടുണ്ട്. ഹൈ സ്പീഡ് കോമ്പൗണ്ടിങ്ങും കമ്പ്യൂട്ടിങ്ങും അഡ്വാൻസ്ഡ് അൽഗോരിതം, ഹൈ ക്വാളിറ്റി ഡാറ്റ ഫീഡ്സും നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ, ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസർ ആയിട്ട് DeepSeek നമുക്ക് തന്നിട്ടുണ്ട്. റെഗുലേറ്ററി എൻവയറമെന്റ്, എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പം വീണ്ടും ഇതിലേക്കെത്തി അവർ കാര്യങ്ങൾ മനസ്സിലാക്കി ഡാറ്റ അനാലിസിസും കാര്യങ്ങളെല്ലാം എടുത്തപ്പോൾ എത്രമാത്രം പവർഫുൾ ആണ് ഈ HFTസും അൽഗോസും എന്നുള്ള കാര്യത്തിലേക്ക് എത്തി. വീണ്ടും അടുത്ത റിയലൈസേഷൻ ആക്ച്വലി വീണ്ടും പെർഫോമൻസ് നീഡ്സ് ഡാറ്റ. ഇത് ചെയ്യണമെങ്കിൽ വീണ്ടും ഒരുപാട് ഡാറ്റകൾ കളക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. മാസീവ് ട്രേഡിംഗ് ആക്ടിവിറ്റി. അതിനകത്ത് മനസ്സിലായ കാര്യം, ഈ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ HFTസും അൽഗോസും ട്രേഡ് ചെയ്യുന്ന സമയത്ത് ആ ആക്ടിവിറ്റി ഒരു വലിയ ആക്ടിവിറ്റി അവിടെ നടക്കുന്നുണ്ട്, പക്ഷെ അതാർക്കും പുറത്ത് കിട്ടില്ല. എനിക്കിപ്പം എന്റെ ബിനാൻസ് അക്കൗണ്ടിൽ നിന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് കാണാം. എനിക്കിപ്പം ബെന്നി സാറിന്റെ അയ്യപ്പൻ സാറിന്റെ ഒരു ഡാറ്റ അവരുടെ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ഏത് എക്സ്ചേഞ്ച് ആയിക്കോട്ടെ അത് കിട്ടുന്നതിന് ഒരിക്കലും അത് പബ്ലിക്കലി അത് കിട്ടില്ല. നമുക്ക് അത് കിട്ടില്ല, മറ്റാരുടെയും സോഴ്സ് നമുക്കത് കിട്ടില്ല. പക്ഷെ ഇവിടെ വലിയൊരു സംഭവം ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അത് മനസ്സിലായി. പക്ഷെ ഈ ഡാറ്റ പുറത്തേക്ക് കിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? The only way to answer these questions was to close it to the source, the centralized exchange. ഈ centralized exchange-നെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ള തരത്തിലേക്ക് വീണ്ടും കാര്യത്തിൽ ഡാറ്റ കളക്ട് ചെയ്യലും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക്. വാട്ട് വി ഫൗണ്ട് ഇൻസൈഡ് ദിസ് centralized exchange എന്തൊക്കെയാണ് കണ്ടെത്താൻ വേണ്ടി സാധിച്ചത്? സ്ട്രക്ചേർഡ് ബ്രോക്കർ ലൈസൻസ് പ്രോഗ്രാം. Centralized exchange like Binance and Bybit have formal frameworks of select. ആ എക്സ്ചേഞ്ചുകൾക്കുള്ളിൽ തന്നെ ബിനാൻസും ബൈബിറ്റും ബിറ്റ്ഗെറ്റും ഓക്കേസും കുക്കോയിലൊക്കെ പോയി കഴിഞ്ഞാൽ ബ്രോക്കർ ലൈസൻസ് വേറെ അവരത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് വെറുതെ അങ്ങ് കിട്ടുമോ? ബിൽഡ് വാട്ട് they call social finance structure, a bridge between trading tech and public access. പബ്ലിക്കലി കിട്ടുന്ന ഈ ടെക്നോളജിയും ഈ പബ്ലിക്കലി ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല. പക്ഷെ അത് കിട്ടിയേ പറ്റൂ. അത് കിട്ടിയെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇതൊരു പുതിയ കണ്ടുപിടുത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ഒരു മനസ്സിലൊരു ഐഡിയ കിട്ടി. ടെക്നിക്കൽ ടീമിന് എല്ലാവർക്കും കൂടി ഇരുന്ന് ആലോചിച്ചപ്പോൾ, അല്ലെങ്കിൽ ഷബേ സാറിൻ ടീമിനും കൂടെ ആലോചിച്ചപ്പോൾ, പഠിച്ചു വന്നപ്പോൾ ഒരു ഐഡിയ കിട്ടി. സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് നടക്കുന്നത്. വോളിയം ഉണ്ടാക്കുന്നതും അതുപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതെല്ലാം HFTസും അൽഗോസും എന്ന കാര്യങ്ങൾ മനസ്സിലാക്കി. അതിനെ ഫോളോ ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് അവര് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കി. അബൌട്ട് ക്രിപ്റ്റോ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ബ്രോക്കർ പ്രോഗ്രാം ലൈസൻസ്. ഈ എക്സ്ചേഞ്ചിലുള്ള ബ്രോക്കർ പ്രോഗ്രാം ലൈസൻസിനെ കുറിച്ച് അറിയുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോഴാണ് ഫസ്റ്റ് ടൈമാണ് അതിനെക്കുറിച്ച് അറിയുന്നത്, ബ്രോക്കർ ലൈസൻസ് പ്രോഗ്രാം. We went after this centralized exchange broker program license. അവരത് ലൈസൻസ് പുറകെ പോയി. അപ്പോൾ അവിടെ ആവശ്യമുള്ള റിക്വയർമെന്റ്സ്, പ്രൂവൺ ഇൻഫ്രാസ്ട്രക്ചർ വേണം, ട്രാൻസ്പെറൻറ്റ് റിപ്പോർട്ടിംഗ് ഉണ്ടായിരിക്കണം, കംപ്ലയൻസ് റെഡി സിസ്റ്റം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വേണം. ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാത്തിനും വേണ്ടിയിട്ട് മെരീഡ ലിമിറ്റഡ് എന്ന ഒരു കൺസൾട്ടൻസിനെ അവർ മീറ്റ് ചെയ്തു. കമ്പനി ഇത്രമാത്രം ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ആ കൺസൾട്ടൻസിന്റെ പേര് വരെ ഇവിടെ കൊടുത്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ബ്രോക്കർ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും വേണ്ടിയിട്ട് മെരീഡ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കൺസൾട്ടൻസിയാണ് നമ്മുടെ ഷബേ സാറിനെ ടീമിനെയും ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ ആ ലൈസൻസ് കിട്ടി. വി ഫൗണ്ട് ദ ട്രഷർ. ഞങ്ങൾ ആ ആക്ച്വൽ നിധി കണ്ടെത്തി. ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത ആ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി. പക്ഷെ അത് ഡീകോഡ് ചെയ്യണം. അത് കോഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ കോഡ് ഡീകോഡ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി കമ്മ്യൂണിറ്റിയിലുള്ളവർ ലക്ഷക്കണക്കിന് ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന വിധത്തിലേക്ക് എത്തണം. അതിനുള്ളത് ആയില്ല. പക്ഷെ ഒരു നിധി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. നിധി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി ട്രേഡിംഗ് ഈ ഒരു സിസ്റ്റത്തിൽ, ഈ ഇൻഡസ്ട്രിയിൽ. ദി ഗോൾഡ് വാസ് ഇൻ ദ ഡാറ്റ API ഓപ്പൺ ബ്രോക്കർ പ്രോഗ്രാം ലൈസൻസ്.
അങ്ങനെ വീണ്ടും അവിടുന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അൽഗോസും അതുപോലെ തന്നെ HFTസും സെൻട്രലൈസ്ഡ് എന്തൊക്കെ ചെയ്യുന്നുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയ സമയത്ത് ഹിയർ വാട്ട് വി ഫൗണ്ട്, നമ്മൾ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ, കമ്പനി കണ്ടെത്തിയ കാര്യങ്ങൾ, AUM അസറ്റ് അണ്ടർ മാനേജ്മെന്റ്, നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പറയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെയിലി, മന്ത്ലി, ഇയർലി, അതുപോലെ സോർട്ട്നോ റേഷ്യോ, റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ ഡാറ്റ, റിസ്ക് ഫാക്ടർ, ട്രേഡിംഗ് ഹിസ്റ്ററി, എല്ലാത്തിൻ്റെയും ഒരു ഡാറ്റ കളക്ട് ചെയ്തു. ഈ ബ്രോക്കർ ലൈസൻസ് പ്രോഗ്രാം എല്ലാം അറ്റൻഡ് ചെയ്തതോടുകൂടി അതിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ഈ കാര്യങ്ങളെല്ലാം ഡാറ്റ അനലൈസ് ചെയ്തു, ഡാറ്റ കളക്ട് ചെയ്തു ഇവിടുന്ന്. വി വെർ നോട്ട് ജസ്റ്റ് വർക്കിംഗ് ട്രേഡേഴ്സ്, വി വെർ സ്റ്റഡിങ് DNA. അതൊരു ട്രേഡ് ജസ്റ്റ് പഠിക്കുക മാത്രമായിരുന്നില്ല ടെക്നിക്കൽ ടീമും സാറും കൂടി ചെയ്തത്. പകരം അതിന്റെ ജാതകം എടുത്ത് DNA എടുത്തിട്ട് കീറി മുറിച്ച് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇവിടെ എന്താണ് ഈ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നടക്കുന്നത്? ഈ കോർപ്പറേറ്റുകൾ മാത്രം 10% ആൾക്കാർ മാത്രം ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഈ ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന അതേപോലെ തന്നെ ആ കോർപ്പറേറ്റുകൾ ട്രേഡ് ചെയ്യുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന അതെടുത്ത് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിലേക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. വി വർ സ്റ്റഡിങ് DNA. ജസ്റ്റ് ഒരു വാച്ച് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ടെക്നിക്കൽ ടീം എല്ലാം കൂടിയിട്ട്. ദി പ്രോബ്ലം ഇറ്റ് വാസ് ഇൻ അസ്. നമ്മുടെ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല. അവിടെയും ഒരുപാട് പ്രോബ്ലംസ് പുതിയതായിട്ട് ഉണ്ടാകാൻ തുടങ്ങി. സോ മെനി പ്രൊവൈഡേഴ്സ്, അൽഗോസും അതുപോലെ തന്നെ HFTസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കമ്പനികൾ മാർക്കറ്റിലുണ്ട്. എവരും വിത്ത് എ സ്ക്രിപ്റ്റ് വാണ്ടഡ് ടു ബി എ ലീഡർ ബോർഡ്, സംവെയർ പ്രിന്റിംഗ് പ്രോഫിറ്റ്. 2022 മീം കോയിൻസ് തകർച്ച പോലെ തന്നെ ഉള്ള പോലെ കുറെ അൽഗോസും HFTസും ലോസും വരുത്തുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ HFTസ് അതുപോലെ തന്നെ അൽഗോസും വെച്ചിട്ട് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ ആരെയാണ് സെലക്ട് ചെയ്യേണ്ടത്? ഇത് ഒരുപാട് ആൾക്കാർക്കിടയിൽ ഒന്ന് എന്നുള്ള കാര്യത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തി. വീണ്ടും മുമ്പോട്ട് പോകാൻ ഒരു സ്റ്റെപ്പ് അവിടെ വന്നു. പ്രോംപ്റ്റ് ഗൂഗിൾ HFT ആൻഡ് അൽഗോ സ്ക്രിപ്റ്റ്സ് ബിൽഡേഴ്സ് ആൻഡ് പ്രൊവൈഡേഴ്സ്. ഗൂഗിൾ ചെയ്തു ഈ കാര്യങ്ങൾ. ഇത് എങ്ങനെയാണ് HFTസും അതുപോലെ തന്നെ അൽഗോസും ചെയ്യുന്ന കമ്പനികളെ കുറിച്ച് ഗൂഗിൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇത് ഇതേപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും ഗൂഗിൾ ചെയ്ത് നോക്കാം. ഈ റിസൾട്ടുകളെല്ലാം അവിടെ വരുന്നതായിരിക്കും. ഗൂഗിൾ ചെയ്തോ, ഗൂഗിൾ അല്ല, സോറി, ഇതിനകത്ത് ഗൂഗിൾ പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഡീപ്സിക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഡാറ്റാസ് എല്ലാം, അതായത് HFTസിന് അൽഗോസും ചെയ്യുന്ന അത് ചെയ്യുന്ന കമ്പനികളുടെ പേരുകളടക്കം ഇവിടെ വന്നിട്ടുണ്ട്. മെറ്റാ ട്രേഡർ, ഇത് മെറ്റാ ട്രേഡർ, മെറ്റാ MT5 എന്ന് പറഞ്ഞ് ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ട്രേഡിങ് ഇതൊക്കെ ഞങ്ങൾക്കിത് വർഷങ്ങൾക്ക് മുമ്പ് ട്രേഡ് ചെയ്യുന്ന ഇതായിരുന്നു MT5. ഇതൊക്കെയാണ് HFTസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ അൽഗോ ട്രേഡർ, ഒരുപാട് കാര്യങ്ങൾ. ട്രേഡിംഗ് വ്യൂ, ഇതൊരു HFT ആണ്. അതുപോലെ വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോം, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ള കാര്യം ചെയ്യുന്നത്. ഇന്ററാക്റ്റീവ് ബ്രോക്കേഴ്സ്, ഇത് അമേരിക്കയിലുള്ള ഏറ്റവും വലിയൊരു ബ്രോക്കറാണ്. ട്രേഡിങ്, നമ്മുടെ ഫോറക്സിലും കമ്മോഡിറ്റി ഒക്കെ ചെയ്യാൻ പറ്റുന്ന, ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വലിയൊരു ബ്രോക്കറാണ് ഇന്ററാക്റ്റീവ് ബ്രോക്കേഴ്സ്. ഒരുപാട് ഡാറ്റ അവർ കളക്ട് ചെയ്തു. ഈ ഡാറ്റ ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ഇതേപോലെ തന്നെ പോയിട്ട് എടുത്തിട്ട് ഗൂഗിൾ ചെയ്തിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി, ഇങ്ങനെയാണ് ഇത് പ്രൊഡക്റ്റിലേക്ക് എത്തി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ദി ടാസ്ക് വാസ് ക്ലിയർ. വി ഹാഡ് ടു ബിൽഡ് എ പ്രോട്ടോകോൾ ദാറ്റ് score and validate this marketplace, a layer of logic on the top of the chaos. ഒരുപാട് പ്രശ്നങ്ങളും പ്രോബ്ലംസും ഉള്ള അതിന്റെ മുകളിൽ ഏറ്റവും നല്ലൊരു ലോജിക്ക് സെൻസിബിൾ ആയിട്ടുള്ള ഒരു എക്സ്ട്രാ സൊല്യൂഷൻ, എക്സ്ട്രാ ലെയർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും എന്നവർക്ക് മനസ്സിലായി. ഇത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. ഒരു മാർക്കറ്റിൽ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. അതിലൊന്നാകാൻ പറ്റുന്നതിനപ്പുറത്തേക്ക്, ഒരുപാട് പ്ലെയേഴ്സിൽ ഒന്നാകുന്നതിനപ്പുറത്തേക്ക് അതിന് ഒന്ന് സെൻട്രലൈസ്ഡ് സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് അതിൽ മികച്ചൊരു സെക്യൂരിറ്റി ലെയർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യത്തിലേക്ക് ടെക്നിക്കൽ ടീം എത്തി. ഇത് ഇന്റലിജൻസ് സിസ്റ്റം. അപ്പം സോർട്ട് വിന്നേഴ്സ് ഫ്രം ലോസേജ്, ആ പരാജയപ്പെട്ട ട്രേഡ് ലോസും പരാജയപ്പെട്ടവരെടുക്കുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്യും. അതുപോലെ തന്നെ പെർഫോമൻസ്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, വോൾട്ടേജ് റിസ്ക്കും അനോണിമസും അതുപോലെ തന്നെ റാങ്ക് എല്ലാത്തിനെയും ഒരു കാര്യങ്ങൾ വീണ്ടും അനലൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു.
അനലൈസ് ചെയ്യാൻ തീരുമാനിക്കുകയും അതുപോലെ തന്നെ അവിടെ നിന്നും വീണ്ടും ഒരു ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെയാണ് വി ബിൽറ്റ് ദി ലൈബ്രറി. ഒരു വലിയ ഈ കളക്ട് ചെയ്ത ഡാറ്റയുടെ ഒരു ലൈബ്രറി എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. ടെക്നോളജി മേഖലയിലും ക്രിപ്റ്റോ ബ്ലോക്ക് ചെയിൻ മേഖലയിലും അതുപോലെ തന്നെ HFTസിലും അൽഗോസിന്റെ ട്രേഡിംഗ് ബോർഡിലും കാര്യങ്ങളെല്ലാത്തിനും കളക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്തു. ദി പ്രോട്ടോകോൾ വാസ് നോട്ട് ജസ്റ്റ് ബിൽറ്റ് ടു കളക്ട് ഡാറ്റ, ഇറ്റ് വാസ് ബിൽറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അങ്ങനെ ബിൽഡിംഗ് ഡാറ്റ ഒരു ഹെർക്കൂലിയൻ ശരിക്കും വലിയൊരു ടാസ്ക് ആയിട്ടായിരുന്നു അതിന് മുമ്പിൽ കണ്ടത്, ഈ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡാറ്റ കളക്ട് ചെയ്താൽ അതിനകത്തുള്ള കണ്ടന്റുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? AUM, അതായത് അസറ്റ് അണ്ടർ മാനേജ്മെന്റ്, ആരാണ് ശരിക്കും ഇതിനകത്ത് ട്രേഡ് ചെയ്തത്, പ്രോഫിറ്റ് എടുക്കുന്നത്, ട്രേഡിംഗ് ഹിസ്റ്ററി, അവരുടെ ട്രേഡിംഗ് ഹിസ്റ്ററി എടുക്കുക, എങ്ങനെയാണ് സൈക്കിള്, അതിൻ്റെ എപ്പോഴൊക്കെ ട്രേഡ് ചെയ്യുന്നു, ഏത് ടൈമിൽ ട്രേഡ് ചെയ്യുന്നു, അവരെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡെയിലി ട്രേഡ് ചെയ്യുന്നുണ്ടോ, മന്ത്ലി എത്രയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്, ഇയർലി എത്രയാണ് കിട്ടുന്നത്, എല്ലാ കാര്യങ്ങളും അതെടുക്കാൻ വേണ്ടി അതും കളക്ട് ചെയ്തു. പ്രോഫിറ്റ് ഡേയ്സ്, എത്ര ദിവസം കൂടുമ്പോഴാണ് പ്രോഫിറ്റ് കിട്ടുന്നത്, സോർട്ട് റേഷ്യോ അതെടുത്തു. ഫ്യൂച്ചേഴ്സ് ഡിറ്റക്ഷൻ, അതായത് സ്പോട്ട് ട്രേഡിംഗ് ആണോ ഫ്യൂച്ചേഴ്സിലാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചും അതിൽ കൂടുതൽ എക്സ്പോഷർ എവിടെയാണ് കൂടുതൽ റിസ്ക് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു. മാക്സ് ഡ്രോ ഡൗൺ, അതായത് സ്റ്റോപ്പ് ലോസ്, വാട്ട് ഈസ് ദ വേഴ്സ്റ്റ് കേസ് സിനാരിയോ, ഏറ്റവും കൂടുതൽ സ്റ്റോപ്പ് ലോസ് എത്രയാണ് നഷ്ടം വന്നത്, ഷാർപ്പ് റേഷ്യോ, റിവാർഡ്, ടോട്ടൽ വോൾട്ടാലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു. അതുപോലെ തന്നെ അസറ്റ് ഗ്രോത്ത് ഓവർ ടൈം, എത്ര നാൾ കൊണ്ടാണ് ഇങ്ങനെ അസറ്റിന്റെ ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത്, ഏജ് ഓഫ് സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജി എത്ര നാൾ ഒരേ സ്ട്രാറ്റജിനെ മുമ്പോട്ട് കൊണ്ടുപോയി. അതുപോലെ തന്നെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:1 ആണോ 1:2 ആണോ 1:3 ആണോ എന്നുള്ള കാര്യത്തിൽ റിസ്ക് റിവാർഡ് റേഷ്യോ കളക്ട് ചെയ്തു. അസറ്റ് കളക്ട്, സ്കോർ ഡാറ്റ, ട്രേഡ് ഡാറ്റ ആൻഡ് മിനിമം കോണ്ടസ്റ്റൽ മൈക്രോമെട്രിക്സ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇത്രയും വളരെ വിശദമായിട്ട് ഉള്ള ഡാറ്റ കളക്ട് ചെയ്തു. എല്ലാം മനസ്സിലാക്കി എല്ലാം കാര്യങ്ങൾ പിന്നെ അനലൈസ് ചെയ്ത സമയത്ത് ഒരു കാര്യത്തിൽ എത്താൻ വേണ്ടി സാധിച്ചു. സെയിം റിവാർഡ് ഡിഫറെന്റ്, അതായത് ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് 20x ലിവറേജ് സമയത്ത് ഹൈ റിസ്ക് ആണ്. ഇവിടെ ട്രേഡർ എയും ട്രേഡ് ബിയും കൊടുത്തിട്ടുണ്ട്. ഒരാൾ ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യുന്നു, ഒരാൾ സ്പോട്ടിൽ ട്രേഡ് ചെയ്യുന്നു. സ്പോട്ടിൽ ട്രേഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും റിസ്ക് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യുമ്പോൾ റിസ്ക് വളരെ കൂടുതലായിരിക്കും. അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എവിടെയാണ് ട്രേഡ് ചെയ്യുന്നത്, ഫ്യൂച്ചേഴ്സിലാണോ അതുപോലെ സ്പോട്ടിലാണോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഡാറ്റ അനലൈസ് ചെയ്തു. അപ്പോൾ റിസ്ക് കുറഞ്ഞ സ്പോട്ടിൽ ട്രേഡ് ചെയ്യാനായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം എന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷെ വലിയ HFTസിന്റെയും അങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യാനായിരിക്കും താല്പര്യം ഉണ്ടാവുക. സെയിം റിവാർഡ് വൈല് ഡിഫറെന്റ് റിസ്ക്. അപ്പോൾ $10 പ്രോഫിറ്റ് ഫ്യൂച്ചേഴ്സിലും കിട്ടുന്നു, $10 പ്രോഫിറ്റ് സ്പോട്ടിലും കിട്ടുന്നു. രണ്ടുപേർക്കും കിട്ടുന്നത് പ്രോഫിറ്റ് ഒരേപോലെ പ്രോഫിറ്റ്, പക്ഷെ റിസ്ക് വളരെ കൂടുതലാണ്. ഫ്യൂച്ചേഴ്സിൽ റിസ്ക് വളരെ കൂടുതലാണ്. ഇവിടെയും കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ പിന്നെയും ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നില്ല. ഇതിൽ എവിടെയും, കാരണം മെജോറിറ്റി റീറ്റെയിൽ ട്രേഡേഴ്സ് കൂടുതൽ ചെയ്യുന്ന ഇതിലാണ്. പക്ഷെ വലിയ ബിഗ്ഗസ്റ്റ് കോർപ്പറേറ്റ്സുകൾ ട്രേഡ് ചെയ്യുന്നതെല്ലാം സ്പോട്ടിലാണ്. അവരധികം റിസ്ക് എടുക്കില്ല, എടുത്തിട്ട് ചെയ്യുന്നവരുണ്ടാകും, പക്ഷെ എങ്കിലും കൂടുതലും ചെയ്യുന്നത് കാരണം അവർക്ക് ബില്യൺ ഡോളേഴ്സ് ഉണ്ട്. HFTസിന്റെയും അൽഗോസിന്റെയും ട്രേഡിന്റെ ഡാറ്റയും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കിട്ടി. അവര് ട്രേഡ് ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുന്നതിന്റെയും അതുപോലെ തന്നെ ഇവിടെ സ്പോട്ടിൽ ട്രേഡ് ചെയ്യുന്നതിന്റെ എല്ലാത്തിന്റെയും ഡാറ്റ അനലൈസ് ചെയ്തു. ആ സമയത്ത് ലാസ്റ്റ് യൂണിയുടെ compass that trades volatility, trust and time. So, did we build an HFT or algos ourselves? ഒരു HFTയും അല്ലെങ്കിൽ ഒരു അൽഗോ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ബൂമറാങ് 2.0? ഇസ് ബൂമറാങ് 2.0 അനദർ ഫാൻസി HFT or algo? അതായത് ഇത്രയും നേരം മനസ്സിലാക്കിയപ്പോൾ ട്രേഡ് ചെയ്ത് നമ്മുടെ ഈ ഡാറ്റ അനലിസും കാര്യങ്ങളെല്ലാം ചെയ്തു വന്ന സമയത്ത് മനസ്സിലായ ഒരു കാര്യം, ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് HFTസും അൽഗോസും ആണെന്ന കാര്യം മനസ്സിലായി. സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നിന്ന്. ബൂമറാങ് 2 എന്ന് പറയുന്നത് ഒരു HFT ആണോ, ഒരു ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് ബോട്ടാണോ, അതോ അൽഗോ ആണോ എന്നുള്ള കാര്യത്തിലേക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ നോ ആണ്. ഇത് രണ്ടുമല്ല. ഒരു HFT ആണോ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് അടുത്ത ബുധനാഴ്ച ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ അല്ല.
ഒരു അൽഗോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല. വി ഡിഡ് നോട്ട് ബിക്കം അനദർ റണ്ണർ. ഒരുപാട് ആൾക്കാർ HFTസും അൽഗോസും ആയിട്ട് മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാടുണ്ട്. അതിന്റെ കൂടെ ഓടാൻ വേണ്ടിയിട്ടുള്ള ഒരാളും മാത്രം, അതിന്റെ കൂടെ ഇങ്ങനെ നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആൾക്കാരിൽ ഒരാളാകാൻ താല്പര്യമില്ല. അതുകൊണ്ട് let's be honest, it would be stupid to try with thousands of traders in their own high frequency game. He became the scoreboard. ഓക്കെ, അതില് അത്തരത്തിലുള്ള ഒരു HFT ബിൽഡ് ചെയ്തുകൊണ്ട് ഞങ്ങളും ഇതുപോലത്തെ വലിയ HFT ഓട്ടോമാറ്റിക് ട്രേഡിംഗ് ബോട്ടുമായിട്ട് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വരാൻ തൽക്കാലം എനിക്ക് താല്പര്യമില്ല. ബട്ട് ദി എക്സ്ചേഞ്ച്, അവിടെ വെച്ചിട്ട് വീണ്ടും അടുത്ത ടെക്നിക്കൽ ടീമിന്റെ റിസർച്ച് ആയിരുന്നു. ആ റിസർച്ച് വീണ്ടും കൊണ്ടെത്തിച്ചത് വാട്ട് ദി എക്സ്ചേഞ്ച് ബ്രോക്കർ പ്രോഗ്രാം ആക്ച്വലി അൺലോക്സ്. ഈ എക്സ്ചേഞ്ച് ബ്രോക്കർ പ്രോഗ്രാം എന്ന് പറഞ്ഞു ബിനാൻസിലും ബൈബിറ്റിലും അതുപോലെ ഒക്കെ എക്സ്ചേഞ്ചിലടക്കമുള്ള സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നടക്കുന്ന ബ്രോക്കർ പ്രോഗ്രാം എന്തൊക്കെയായിരിക്കും എന്നതിനെ കുറിച്ച് പഠിച്ച സമയത്ത് അവർക്ക് മനസ്സിലായത് പ്രോഫിറ്റ് ഷെയറിംഗ് മോഡൽസ്, റീറ്റെയിൽ യൂസേഴ്സ് ഗെറ്റ് ആക്സസ് ടു HFTs ആൻഡ് അൽഗോസ്. സാധാരണക്കാരായ ആൾക്കാർക്ക് പോലും എലൈറ്റ് ആയിട്ടുള്ള ഏറ്റവും ഹൈ എൻഡ് HFTസും അൽഗോസിനും ആക്സസ് കിട്ടുന്നുണ്ട്. റവന്യൂസ് ഷെയർഡ് ട്രാൻസ്പെറന്റ്ലി. അവിടെ കിട്ടുന്ന റവന്യൂസിന് ആ ഇൻകം വളരെ ക്ലിയർ ആയിട്ടാണ് എല്ലാവർക്കും അത് ഡിവൈഡ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ അവിടെ ബ്രോക്കർ പ്രോഗ്രാം, ഈ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലെ ബ്രോക്കർ പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന കാര്യം മനസ്സിലായി. ഫണ്ടിന്റെ സെക്യൂരിറ്റിയും കസ്റ്റഡിയും അത് വളരെ സേഫ് ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലായി. ഫണ്ട്സ് നെവർ ലീവ് ദി എക്സ്ചേഞ്ച്, നെവർ തേർഡ് പാർട്ടി റിസ്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായി. പെർഫോമൻസ് ട്രാൻസ്പെറൻസി, ആക്സസ് എയറോ, വെരിഫൈഡ് ട്രേഡിംഗ് ഡാറ്റ, റിയൽ റിസൾട്ട്. ഇവിടെ നടക്കുന്നത് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നടക്കുന്നത് ബ്രോക്കർ പ്രോഗ്രാം ലൈസൻസ് കിട്ടിയപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ, ആക്ച്വൽ അവിടെ നടക്കുന്നത് റീറ്റെയിൽ ട്രേഡിംഗ് ആണ്, റിയൽ ട്രേഡ് ആണ് നടക്കുന്നത്, റിയൽ റിസ്ക് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും, റിയൽ റിസൾട്ട് ആണ്. അവിടെ ഒന്നും മാനിപ്പുലേഷൻസ് ഒന്നുമില്ല, ആക്ച്വൽ കാര്യങ്ങൾ മാത്രമാണ് നടക്കുന്നത്. ഫുൾ ബ്രേക്ക് ഡൗൺസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡ്രോ ഡൗൺസ്, ഹിസ്റ്ററി ആൻഡ് സ്ട്രാറ്റജി ബിഹേവിയർ, ഏറ്റവും കാര്യങ്ങൾ മനസ്സിലായി. ദി എക്സ്ചേഞ്ച് ബ്രോക്കർ പ്രോഗ്രാം ബാക്ക് ബോൺ ഓഫ് സോഷ്യൽ ഫിനാൻസ്. ദി എക്സ്ചേഞ്ച് ബ്രോക്കർ പ്രോഗ്രാം എന്ന് പറയുന്നത് ആക്ച്വലി സോഷ്യൽ ഫിനാൻസ് ആണ്. സോഷ്യൽ ഫിനാൻസ് എന്ന് പറഞ്ഞ പുതിയൊരു ഇൻഡസ്ട്രി കൂടി ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. സോ വാട്ട് ഈസ് സോഷ്യൽ ഫിനാൻസ്? സോഷ്യൽ ഫിനാൻസ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഡെഫി, ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ്, ഡെക്സ്, ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച്, സെക്സ്, സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇങ്ങനെയുള്ള. അതിനകത്ത് ഒരു വാക്ക് കൂടി വരാൻ വേണ്ടി പോവാണ് സോഷ്യൽ ഫിനാൻസ്, അതായത് സോഫി. ഇറ്റ്സ് മോർ ദാൻ എ ബസ് വേർഡ്. നമ്മളൊരു ജസ്റ്റ് ഒരു വാക്ക് സോഷ്യൽ ഫിനാൻസ് എന്നതിന് ഡെക്സ് അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് വലിയൊരു കൺസെപ്റ്റ് ആയിട്ട് വരുവാണ് സോഷ്യൽ ഫിനാൻസ് എന്നുള്ളത്. Is the next evolution in trading infrastructure, a model where trades, industries, platforms and performance all existence in a transparent and shared environment. സോഷ്യൽ ഫിനാൻസ് ഫ്യൂച്ചറിലെ ഒരു ഏത് ഇൻവെസ്റ്റേഴ്സിനും ഏത് വലിയ ടീമിനും പ്ലാറ്റ്ഫോംസിനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നാളെ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നൊരു വേർഡാണ് സോഷ്യൽ ഫിനാൻസ്. അതിന്റെ ഒരു കണ്ടെത്തലോടി അവിടെ നടന്നു. It ranks from the trading from black box hustle into the participatory ecosystem. ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് പറഞ്ഞ ലോസ് 7.5% ലോസ് ആണ്. 135 ബില്യൺ ആണ് ട്രേഡിംഗ് വോളിയം. സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലെ 71% മാർക്കറ്റ് ട്രേഡിംഗ് ഉണ്ടായിരുന്നത് ഇന്ന് 10% ഡൗൺ ആയിട്ട് നിൽക്കുവാണ്. ലിക്വിഡേഷൻ, ആൾക്കാരുടെ ഫണ്ട് നഷ്ടപ്പെട്ടത് $72 മില്യൺ ആണ്. ഇവിടെ HFTസും അൽഗോസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ ഇതിലുണ്ടായിരുന്നില്ല. ഈ വർഷം ഇത്രയും മാർക്കറ്റിലെ ക്രാഷ് സംഭവിച്ച സമയത്ത് HFTs എടുത്ത പ്രോഫിറ്റ് എന്ന് പറയുന്നത് 173%. ഒരു വർഷം എടുത്തു, ഒരു വർഷത്തെയാണ്. 6 മാസത്തേക്ക് ഇവിടെ 110% പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. 3 മാസത്തേക്ക് ഇവിടെ 15.16% പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. ഒരു മാസത്തേക്ക് ഇവിടെ 4.7% പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ദിവസത്തേക്ക് എടുക്കുകയാണെങ്കിൽ 0.8% പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് HFTസും അൽഗോസും. ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ബാക്കിയെല്ലാം ലിക്വിഡേഷൻ കാര്യങ്ങളും പ്രോഫിറ്റ് ലോസ് എല്ലാവരും ലോസ് ഫേസ് ചെയ്ത സമയത്തും സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലെ ട്രേഡിംഗ് വോളിയം വലിയ തോതിൽ കുറഞ്ഞപ്പോൾ പ്ലാസ്റ്റിക് ചേഞ്ച് വന്ന സമയത്തും HFTസും അൽഗോസും പ്രോഫിറ്റ് എടുത്തു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അവർ സീക്രട്ട് സോഴ്സ്,
ദാറ്റ്സ് നോട്ട് എ സീക്രട്ട് എനിമോർ. ആ ഒരു സീക്രട്ട് സോഴ്സ് അത് ഇനി അധികകാലം അത് ഇങ്ങനെ രഹസ്യമായിട്ട് വെക്കാൻ വേണ്ടി സാധിക്കില്ല. ബിക്കോസ് ഗ്രേറ്റ് പ്രൊഡക്ട്സ് ഡോണ്ട് ഹൈഡ് ബിഹൈൻഡ് ദി ബസ് വേർഡ്. നമുക്ക് ജസ്റ്റ് ഒരു ഇതായിട്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കില്ല. ബൂമറാങ് 2.0 ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ്. എന്തൊക്കെയാണ് അടുത്ത ബുധനാഴ്ച ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രൊഡക്റ്റിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ? ഒന്ന്, ഹൈ ലിക്വിഡിറ്റി, HFTs ആൻഡ് ആൽഗോസ് ഉണ്ട്, മാർക്കറ്റ് പ്ലേസ് ഉണ്ട്, എക്സ്ചേഞ്ച് ബ്രോക്കർ പ്രോഗ്രാം ഉണ്ട്, പ്രോട്ടോകോൾ സ്കോർ വരുവാനിട്ട്, സോഷ്യൽ ഫിനാൻസ് ഉണ്ട്. ഈ 6 കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പുതിയ പ്ലാറ്റ്ഫോമാണ് ബൂമറാങ് 2.0 എന്ന് പറയുന്നുണ്ട് അടുത്ത ആഴ്ച വരുന്നത്. അതായത് ഇൻഫ്രാ ആക്സസ് പ്ലസ് സ്മാർട്ട് സ്കോറിംഗ് പ്ലസ് ക്യൂറേറ്റഡ് ഡിസ്കവറി പ്ലസ് സെക്യൂർ പാർട്ടിസിപ്പേഷൻ ഈസ് ഈക്വൽ ടു എ പ്രൊഡക്റ്റ് പീപ്പിൾ കാൻ ആക്ച്വലി ട്രസ്റ്റ്. ലോകം മുഴുവൻ വിശ്വസിക്കാനും ട്രേഡ് ചെയ്യാനും വേണ്ടി പറ്റുന്ന ഒരു ആക്ച്വൽ ഫോർമുല, ഒരു പ്രൊജക്റ്റ് ആയിട്ട്, ഒരു കൺസെപ്റ്റ് ആയിട്ട് അടുത്ത ബുധനാഴ്ച ലോഞ്ച് ചെയ്യുന്നതാണ് ബൂമറാങ് 2.0. അതിനകത്തുള്ള 6 കൺസെപ്റ്റാണിത്. റിസീപ്റ്റ്, നെയിം ആൻഡ് ലോഞ്ച് ഇവന്റ്. ആ പ്രൊജക്റ്റിന്റെ പേരെന്താണെന്ന് അറിയണമെങ്കിലും ലോഞ്ച് ഡേറ്റ് അറിയണമെങ്കിലും അടുത്ത ബുധനാഴ്ചത്തെ സൂം മീറ്റിംഗിൽ പങ്കെടുത്താൽ മതി. എന്തായിരിക്കും കമ്പനിയുടെ പേരും ഈ പുതിയ പ്രൊജക്റ്റിന്റെ പേരെന്താണെന്നുള്ള കാര്യം, എത്ര ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഏറ്റവും കാര്യങ്ങൾ അറിയണമെങ്കിൽ അടുത്ത ബുധനാഴ്ചയാണ് ലോഞ്ചിങ്. അവിടെ ടെസ്റ്റിംഗ് ഇല്ല, അവിടെ പിന്നെ ബീറ്റാ വേർഷൻ ഇല്ല, ഡയറക്റ്റ് ആക്സസ് ആയിരിക്കും. അത് പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അടുത്ത ആഴ്ച ഉണ്ടാവില്ല. എത്രയാണോ ട്രേഡ് ചെയ്യാൻ വേണ്ടി വരുന്ന എമൗണ്ട് അത് മാത്രം വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുക. സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്ന എമൗണ്ട് മാത്രമായിരിക്കും നമുക്കെപ്പോഴും തിരിച്ചു കിട്ടാത്തത്. $100 സബ്സ്ക്രിപ്ഷൻ എടുത്ത ഡോഡോയ്ക്ക് വേണ്ടി എടുത്തത് ആ $100 എന്തായാലും തിരിച്ചു കിട്ടില്ല. അത് ലൈസൻസ് നമ്മൾ പർച്ചേസ് ചെയ്യാണ്. അത് തന്നെയാണ് ബൂമറാങ്ങിന് സംഭവിച്ചത്. $500 നമ്മളൊരു ലൈസൻസ് ഫീസ് കൊടുത്തു, അത് ലൈസൻസ് ഫീസാണ്, അതൊരിക്കലും തിരിച്ചു കിട്ടുന്നതല്ല. ഇവിടെ നമ്മൾ ലൈസൻസ് ഫീസ് അടുത്ത ബുധനാഴ്ച കൊടുക്കേണ്ട കാര്യമില്ല. കമ്പനി പുതിയ പേരിൽ പുതിയ പ്രൊജക്റ്റ് ആയിട്ട് വരും. ഒരു വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പ്രൊജക്റ്റ് ആണ് വരാൻ വേണ്ടി പോകുന്നത്. അത് HFTs ഉണ്ടാവും, ഹൈ ലിക്വിഡിറ്റി ഉണ്ടാവും, മാർക്കറ്റ് പ്ലേസ് ഉണ്ടാവും, എക്സ്ചേഞ്ച് ബ്രോക്കർ പ്രോഗ്രാം ഉണ്ടാവും, പ്രോട്ടോകോൾ സ്കോർ ഉണ്ടാവും, സോഷ്യൽ ഫിനാൻസ്. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയ ഒരു പ്രൊജക്റ്റ് ആണ് വരുന്നത്. അതിന് പുറമെ ബൈനാൻസും അതുപോലെ തന്നെ ബൈബിറ്റിലും ഈ 2 എക്സ്ചേഞ്ചിലും ലൈസൻസ്, ബ്രോക്കർ പ്രോഗ്രാം ലൈസൻസ് ഓൾറെഡി കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഫിനാൻസ് വേണം, എന്തുകൊണ്ട് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ വേണം എന്ന് പറയാൻ കാരണം, നമ്മളിത് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ബാസിലേക്ക് അസറ്റിൽ കൊണ്ടുപോകണമെങ്കിൽ TRC20 ആയിട്ടാണ് കൊണ്ടുപോകേണ്ടത്. തിരിച്ച് അവിടുന്ന് ഒരു വിഡ്രോ കൊണ്ടുവരുന്നത് TRC20 ആയിട്ടാണ് വിഡ്രോ ചെയ്യേണ്ടത്. അവിടുന്ന് USDC ആയിട്ട് നാളെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിനൊരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് വേണം. ഇങ്ങനെ പല കാര്യങ്ങൾ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് കൊണ്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്ലാറ്റ്ഫോം ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി മാത്രമായിട്ട് ആരും സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് എടുക്കുകയോ വെരിഫൈ ചെയ്യുകയോ ഒന്നും വേണ്ട. പക്ഷേ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമാണ് അത്തരത്തിലുള്ള ഒരു വെരിഫൈഡ് അക്കൗണ്ട് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ. 2 എക്സ്ചേഞ്ചിലാണ് ഇത് വരുന്നത്, ബിനാൻസിലും അതുപോലെ തന്നെ ബൈബിറ്റിലും. ഈ 2 ബ്രോക്കർ ലൈസൻസ് പ്രോഗ്രാംസിലാണ് കമ്പനിക്ക് ലൈസൻസ് കിട്ടിയിട്ടുള്ളത്. നമുക്കിത് അടുത്ത ബുധനാഴ്ച വരുന്ന ഈ പ്രൊജക്ട്, ഈ കൺസെപ്റ്റ് എന്താണെന്ന് ആയിക്കോട്ടെ, അത് ട്രേഡ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നും പഠിക്കേണ്ട, ഈ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഈ സൂം മീറ്റിംഗിന് ഇങ്ങനെ രാത്രി 11 മണി വരെ ഇരുന്നിട്ട് ഇതിനകത്ത് പങ്കെടുക്കേണ്ട യാതൊരു കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം അത്ര സിമ്പിൾ ആയിട്ട് ഹൈ എൻഡ് ടെക്നോളജി നമ്മൾ ഇതുവരെ കണ്ടത് വലിയ സംഭവങ്ങളായിരുന്നു പലതും കണ്ടത്. അത് ബൂമറാങ്ങിന്റെ ആർബിട്രേജ് ട്രേഡ് ഒക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്, നമ്മൾ ട്രേഡ് ചെയ്തവരാണ്. പക്ഷെ അതുമല്ല, അതിനെയും കവച്ചു വെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കൂടിയാണ് ഇവിടെ വരാൻ വേണ്ടി പോകുന്നത്.